ഇന്ന് മാർച്ച് 20 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റിലീഫ് റാലി തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നാലെ വൈകുന്നേരത്തോടു കൂടി പതിവ് പോലെ വെള്ളിയാഴ്ചകളിൽ ഉണ്ടാവുന്ന ഒരു കനത്ത ഇടിവ് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത സെൽ ഓഫിന് ശേഷമുള്ള മാർക്കറ്റ് റിക്കവറി ആയിട്ട് രാവിലത്തെ ആ ഒരു ബൗൺസ് ബാക്കിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും. ക്ലോസിംഗ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 23,114, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 53,427, സെൻസെക്സ് 74,530. ഈ റാലിയുടെ പ്രധാന കാരണം ടെക്നിക്കൽ റീബൗണ്ട് അതുപോലെ തന്നെ വാല്യൂ ബൈയിങ് ഒക്കെയാണ്. കൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസ് സ്റ്റെബിലൈസ് ആയത് മാർക്കറ്റ് സെന്റിമെന്റ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചു. അതുപോലെ തന്നെ റീസെന്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറച്ച് കുറയുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിയാൽ IT സെക്ടർ സ്ട്രോങ് ആയിട്ട് തന്നെ റീഗെയിൻ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. ഏതാണ്ട് 2% ഗെയിൻ ആണ് ഉണ്ടായിരുന്നത്. അക്സെഞ്ചറിന്റെ സ്ട്രോങ് ഗൈഡൻസ് സെന്റിമെന്റ്സ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാർമ സെക്ടർ കൂടി 2% റൈസ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. പക്ഷേ ബ്രോഡർ മാർക്കറ്റ് ഇപ്പോഴും വോളറ്റൈൽ ആയിട്ട് നിൽക്കുന്നത് വളരെ ആശങ്കാജനകമാണ്. റുപ്പീസ് പ്രൈസ് ഏതാണ്ട് 4 ഇയർ ലോയിലേക്ക് തന്നെ വീക്കായി വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ടോപ്പ് സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് വീണ്ടും പ്രഷറിൽ തന്നെയാണ്. ഏതാണ്ട് 2% ഫാള് നിയർ 52 വീക്ക് ലോയിലേക്ക് എത്തുന്നത് കാണാൻ കഴിഞ്ഞു. നോൺ എക്സിക്യൂട്ടീവ് ചെയർമാന്റെ സഡൻ റെസിഗ്നേഷൻ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് തന്നെ വേണം കരുതാൻ. അതുപോലെ തന്നെ ടാറ്റ പവർ സ്റ്റോക്ക് 5% ജമ്പ് ചെയ്തു. ഗുജറാത്ത് ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയതോടെ മഹീന്ദ്ര 4 GW പ്ലാന്റ് റീസ്റ്റാർട്ട് എക്സ്പെക്ടേഷൻ വന്നതും ഒരു ബിഗ് പോസിറ്റീവ് ട്രിഗർ ആയിട്ട് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വിപ്രോ ഗിഫ്റ്റ് സിറ്റിയിൽ AI ഹബ്ബ് ലോഞ്ച് ചെയ്തു. BFSI ക്ലയൻസിന്റെ ഫോക്കസ് വരികയുണ്ടായി. അതുപോലെ തന്നെ ഇത് IT സ്റ്റോക്കിലേക്ക് സെന്റിമെന്റ്സ് ബൂസ്റ്റ് നൽകി. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്ര, JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, കോൾ ഇന്ത്യ ആൻഡ് ഇൻഫോസിസ്. ടോപ്പ് ലൂസേഴ്സ് ഹിൻഡാൽകോ, HDFC ബാങ്ക്, ശ്രീരാം ഫിനാൻസ്, HDFC ലൈഫ് ആൻഡ് ONGs. ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഷോർട്ട് ടേം റിലീഫ് ബൗൺസ് ആണ് ഇന്ന് കാണിച്ചത്. വോളറ്റാലിറ്റി ഇപ്പോഴും ഹൈ ആണ്. അതുപോലെ തന്നെ ഇന്ത്യ വെക്സ് 22ന്റെ ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഇപ്പോഴും റൺ ചെയ്യുന്നത്. റുപ്പി വീക്ക്നെസ് കാണിച്ചു. അതുപോലെ തന്നെ ഗ്ലോബൽ ക്യൂസ്, ക്രൂഡ് ഓയിൽ മൊമെന്റം ഇവ അടുത്ത ദിവസങ്ങളിൽ ഒരു ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിപ്പിൽ വാങ്ങുന്ന ബയേഴ്സിന്റെ മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. ബട്ട് ട്രെൻഡ് കൺഫേം ആകാൻ ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് തന്നെ വേണം കരുതാൻ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസ്. കൂടുതൽ മാർക്കറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.